السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله. ആദരണീയരായ MSMന്റെ ജില്ലാ ഭാരവാഹികളെ, രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ, അതിലുപരി കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് ഈ ടൗൺ ഹാളിൽ നേരത്തെ എത്തുകയും ഹൈസെക് എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഈ പ്രോഗ്രാമിനെ വീക്ഷിക്കുകയും ചെയ്യുന്ന, നേരത്തെ ഇരിപ്പിടം ഉറപ്പുവരുത്തി വിദ്യാലയങ്ങൾക്ക് അവധിയുള്ള ഈ ദിവസം പലതിനും മാറ്റിവെക്കാം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനെ അല്ലാഹുവിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം അണ്ഡഘടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ലോകൈകനാഥനായ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പാഴായിപ്പോയ ഒട്ടനവധി മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും അതിനപ്പുറം ദിവസങ്ങളും മാസങ്ങളും എല്ലാം കൂട്ടിക്കണക്കാക്കി നോക്കുമ്പോൾ അല്ലാഹുവിന്റെ മതത്തെ പഠിക്കാൻ, ഇസ്ലാം എന്ന് പറയുന്ന സുതാര്യമായ സുവ്യക്തമായ ഈ മതത്തിന്റെ ശാഖകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ, വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ നേരിന്റെ, സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ വീതിയിലേക്ക് ക്ഷണിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി ഘടകമാകുന്ന MSM കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തവും സുതാര്യവും സുവ്യക്തവുമായ ഒരു പ്രോഗ്രാമാണ് ഹൈസെക് എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ പ്രോജ്വല പ്രോഗ്രാം. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗം ആഗ്രഹിക്കുന്ന മക്കളെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു ചേർത്ത് നിങ്ങളുടെ മനസ്സുകളിൽ തട്ടിക്കളിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും മോഹിക്കുന്നവരും മർദ്ദിക്കുന്നവരുമുണ്ട്. അതിന് തുറന്ന അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കണം എന്ന നിലക്ക് നേർക്ക് നേരെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ മടിക്കുന്നവർക്ക്
അവരുടെ ചോദ്യങ്ങൾ എഴുതി വാങ്ങി പേര് പറയാതെ അതിനുള്ള മറുപടി ഈ സദസ്സിന്റെ മുമ്പിൽ കേൾപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കുരുന്ന മക്കളെ വരെ കൂട്ടിക്കൊണ്ടുപോകാൻ നീരാളിക്കൈകൾ പ്രവർത്തിക്കുകയും ഇരുട്ടിന്റെ ശക്തികൾ പണിയെടുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യത്വവും മാനുഷിക പ്രതിബദ്ധതയും സാമൂഹ്യ ബോധവും മതേതരത്വബോധവും ജനാധിപത്യബോധവും പുതിയ തലമുറയ്ക്ക് മുന്നിൽ വെച്ചുകൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് MSM സംഘടിപ്പിക്കുന്ന ഹൈസക്കിൽ വ്യത്യസ്തമായ വിഷയങ്ങളെയാണ് പ്രബോധകന്മാർ പണ്ഡിതന്മാർ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. 30 മിനിറ്റ് സമയമെടുത്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് സംസാരിക്കാൻ, മാതാവിനും പിതാവിനും ഇസ്ലാം നൽകുന്ന സ്ഥാനത്തെ നിങ്ങളുടെ ചിന്തയിലേക്ക് ഒരിക്കൽ കൂടി ഒരു തട്ടി ഉണർത്തലുകൾ ഉണ്ടാക്കാൻ, മാതാവിന്റെയും പിതാവിന്റെയും സ്ഥാനത്തെയും അവർക്ക് നൽകേണ്ട അവകാശത്തെയും അവർക്ക് നൽകേണ്ട ആദരവിനെയും ഒരു പുസ്തകമായി, വരികളായി, വാക്കുകളായി പുതിയ തലമുറയുടെ മുന്നിലേക്ക് പറഞ്ഞുകൊടുക്കേണ്ടി വന്നത്, എഴുതി കൊടുക്കേണ്ടി വന്നത്, പ്രസംഗിക്കേണ്ടി വന്നത് ദൗർഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നൊന്ത് പ്രസവിച്ച മാതാവിനോടുള്ള കടപ്പാട് പുസ്തകത്തിന്റെ വരികളിലൂടെ എഴുതിക്കൊടുത്ത് അവന്റെ കർണപുടത്തിലേക്ക് ഇട്ടുകൊടുത്ത് അവന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് അതിനെ ചെന്നെത്തിച്ച് നീ ആലോചിക്കണമെന്ന് പറയേണ്ടി വന്നത് ആധുനികതയുടെ പളപളപ്പിൽ മാതാവിന്റെയും പിതാവിന്റെയും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ. അങ്ങനെ പറയുന്നതിൽ തന്നെ നിങ്ങൾക്ക് ആ വാക്കുകളിൽ നിന്ന് അതിന്റെ ആശയ തലങ്ങളെ നിങ്ങൾക്ക് സ്വാംശീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ആരാണ് നമ്മുടെ ഉമ്മ, ആരാണ് നമ്മുടെ ഉപ്പ? ആ മാതാവിനും ആ പിതാവിനും പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അണ്ടകടാഹങ്ങളുടെ അധിപനായ അള്ളാഹു നൽകിയ സ്ഥാനമെന്താണ്? എന്റെ ജ്യേഷ്ഠനും എന്റെ ജ്യേഷ്ഠത്തെയും എന്റെ താത്തയും എന്റെ കാക്കയുമൊക്കെ വിവാഹം കഴിച്ചു, വിവാഹിതരായി, അവർക്ക് മക്കളായി കുടുംബജീവിതം നയിക്കുന്നു. അവർക്ക് മക്കളുണ്ട്. ആ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന എന്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനേക്കാൾ, ഭാര്യയേക്കാൾ ഇഷ്ടപ്പെടേണ്ടത്, എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെടേണ്ടത് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെയാണ്. പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് രണ്ടും മാറ്റി നിർത്തിയാൽ പിന്നെ എന്റെ ജ്യേഷ്ഠന് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയേക്കാൾ വലുത് എന്റെ പ്രിയങ്കരയായ, എനിക്കേറെ ഇഷ്ടപ്പെട്ട, എന്റെ ജ്യേഷ്ഠനേറെ ഇഷ്ടപ്പെടേണ്ടതായ എന്റെ ഉമ്മയും എന്റെ വാപ്പയുമാണ്. ആ ഉമ്മയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർ ക്രിക്കറ്റിലും ഫുട്ബോളിലും സ്പോർട്സിലും കായിക രംഗങ്ങളിലും താല്പര്യമുള്ളവരായിരിക്കും. നിങ്ങൾ നൊന്ത് പ്രസവിച്ച ഉമ്മ നിന്നെ വിളിച്ചിട്ട് മോനെ ഇന്ന സ്ഥലം വരെ പോകാനുണ്ട് എന്ന് ഒരു 5 മണിക്ക് 5:30 മണിക്ക് പറഞ്ഞാൽ കളിയുടെ ഏറ്റവും നല്ല ആവേശം ഉൾക്കൊള്ളുന്ന ഒരു സമയമാകാൻ സാധ്യതയുണ്ട്. ഇസ്ലാം അനുവദിച്ച സമയവുമാണ്. മഗ്രിബിന് മുമ്പായി അസർ നമസ്കാരം കഴിഞ്ഞ് അല്പസമയം വിനോദത്തിൽ ഏർപ്പെടുന്നതിന് ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാമിന്റെ പരിധികളും പരിമിതികളും ലംഘിക്കപ്പെടാൻ പാടില്ലെന്ന് മാത്രം. അന്ന് 5 മണിക്കോ 5:30 മണിക്കോ ഉമ്മ വിളിച്ചിട്ട് മോനെ കളി അവസാനിപ്പിച്ച് ഇന്ന സ്ഥലം വരെ പോകൽ നിർബന്ധമുണ്ട് എന്ന് പറയുമ്പോ ഉമ്മയോട് പറഞ്ഞില്ലെങ്കിലും മനസ്സിനുള്ളിൽ ഒരു പ്രാഗലിന്റെ, ഒരു കുശുകുശുപ്പിന്റെ, ഒരു മുറുമുറുപ്പിന്റെ വർത്തമാനം ആരുമറിയാതെ ഹൃദയത്തിൽ ഒരു നുര പോലെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മാതാവിനോട് നിനക്ക് എന്ത് ഇഷ്ടമാണ് എന്ന ചോദ്യത്തിന് ഇവിടെ ഇരിക്കുന്ന എന്റെ അനുജന്മാരും അനുജത്തിമാരും നെഞ്ചത്ത് കൈവച്ച് ഉത്തരം പറയണം. ആ ഉമ്മയോട് എന്ത് ഇഷ്ടമാണ്? ഒരു സഹാബിയുടെ കഥയിലൂടെ ഞാൻ തുടങ്ങുകയാണ്. ഒരു സഹാബിയോട് സഹാബിയുടെ ഉമ്മ പറയുന്നു, മോനെ
നാളെ രാവിലെ ഉക്കാലച്ചന്തയിൽ പോകണം. നാളെ രാവിലെ ഉക്കാലച്ചന്തയിൽ പോകണം. നമുക്ക് കാസർഗോഡ് മാർക്കറ്റുണ്ട്. അങ്ങ് ചെറുക്കലെത്തിയാൽ അവിടെ വേറെ പച്ചക്കറിയും ഫിഷിനും എല്ലാറ്റിനും മാർക്കറ്റുകൾ ഉണ്ടാവും. ഇവിടുന്ന് വിട്ടാൽ ഓരോ ടൗണിലും അതിന് സൗകര്യങ്ങളുണ്ടാകും. അന്നിന്റെ ലോകത്ത് ഇന്നിന്റെ സൗകര്യമില്ല. ഏറെ ദൂരം നടന്നുകൊണ്ടാണ് മാർക്കറ്റിലേക്ക് എത്തേണ്ടത്. ഉമ്മ പറയുന്ന മോനെ രാവിലെ ഉക്കാളച്ചന്തയിലേക്ക് പോകണം. എന്തിന് എന്ന് ചോദിച്ചാൽ ഉമ്മയോട് അപമര്യാദയായി പോകുമോ എന്ന് സഹാബി വിചാരിക്കും. ഉമ്മ ഞാൻ എന്തിനാണ് പോവേണ്ടത്? നിങ്ങൾ എന്നോട് ചന്തയിലേക്ക് പോകാൻ പറഞ്ഞു, എന്തിന് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ എന്നെ നൊന്ത് പ്രസവിച്ച, കഷ്ടപ്പെട്ടു വളർത്തിയ, പ്രയാസം സഹിച്ച, വേദനയ്ക്ക് മേൽ വേദന സഹിച്ച എന്റെ ഉമ്മ, ആ ഉമ്മയോടുള്ള അപമര്യാദയായി പോകുമോ എന്ന് വിചാരിച്ച് സഹാബി ഉമ്മ ഞാൻ എന്തിനാണ് പോവേണ്ടത് എന്ന് ചോദിച്ചില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രഭാതമായപ്പോ ഈ സഹാബി ഉമ്മയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഉമ്മക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഉക്കാള ചന്തയിലേക്ക് പോവുകയാണ് എന്ന അർത്ഥത്തിൽ ഉമ്മയോട് സംസാരിച്ചു. ഉമ്മ ഒന്നും പറഞ്ഞില്ല. കുറെ നേരം കാത്തിരുന്നു. ഉക്കാള ചന്തയിലേക്ക് എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് നടന്നു. ചന്ത വരെ പോയി തിരിച്ചു വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ ചന്തയിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നു. ഉമ്മ പറഞ്ഞു, മോനെ വെറുതെ പോകാൻ പറഞ്ഞതല്ലോ, ഇന്ന വസ്തുക്കളും സാമഗ്രികളും വാങ്ങാനല്ലേ. നീ എന്തുകൊണ്ട് പോയപ്പോൾ എന്തിനാണ് പോകുന്നത് എന്ന് എന്നോട് ചോദിക്കാതെ എന്തിനാ നീ പോയത് എന്ന് ചോദിച്ചപ്പോ സഹാബി ഉമ്മയോട് പറയുന്നത്, ഉമ്മ ഞാൻ രണ്ടാമതും പോയിക്കൊള്ളാം, നിങ്ങൾ പറഞ്ഞോളൂ. രണ്ടാമത് ഞാൻ പോയിക്കൊള്ളാം, നിങ്ങൾ പറഞ്ഞോളൂ. രണ്ടാമത് ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുമായി സഹാബി ഉക്കാല ചന്തയിലേക്ക് നടക്കുന്നത് ചരിത്രത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റുമെങ്കിൽ ആ മാതാവിനോടും പിതാവിനോടും കാണിക്കുന്ന അനുസരണയുടെ, ആദരവിന്റെ, ബഹുമാനത്തിന്റെ സ്റ്റൈലും ഗ്രാഫുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി മാതാവിനോട് കാണിക്കുന്ന, പിതാവിനോട് കാണിക്കുന്ന ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും അളവും തോതുമെന്ന് ഈ ടൗൺ ഹാളിന്റെ ഉള്ളറയിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ച് വിലയിരുത്തി മനനം ചെയ്ത് ആത്മവിചിന്തനം നടത്തി ഞാൻ എന്റെ ഉമ്മയുടെ മുന്നിൽ, പിതാവിന്റെ മുന്നിൽ എത്രത്തോളം അനുസരണയുള്ളവനാണ് എന്ന ചോദ്യത്തിന് എന്റെ സംസാരത്തിനിടയ്ക്ക് വെച്ച് നിങ്ങൾ ഉത്തരം കാണേണ്ടതുണ്ട്. വേണ്ടേ? ലോകത്തെ ഏറ്റവും വലിയ കടപ്പാട് അല്ലാഹുവിനോട്. അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, അവനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ മുമ്പിലാണ് സത്യം ചെയ്യേണ്ടത്, അവന്റെ മുമ്പിലേക്കാണ് നേർച്ച, അവന്റെ വജ്ഹാണ് നാം പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ്. അവിടുന്ന് പഠിപ്പിച്ചു തന്നതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആലയെ ആരാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ സുഹൃത്തുക്കളെ അല്ലാഹു തആല പറഞ്ഞ വചനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ശിർക്ക് വെക്കരുത്. മുമ്പത്തെ പ്രസംഗത്തിൽ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ കടന്നു വന്നു. ഇനി അല്ലാഹു പറയുന്ന വാക്ക് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അല്ലാഹു തന്നെ, പ്രപഞ്ചനാഥൻ തന്നെ, സൃഷ്ടാവ് തന്നെ സൃഷ്ടികളോട് പറയുന്നത് എന്താണ്? നീ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി, +1-ലും +2-ലും പഠിക്കുന്ന എന്റെ പെങ്ങൾ, എന്റെ അനുജൻ, സൂക്ഷിക്കണം. 16 വയസ്സ്, 15 വയസ്സ്, 14 വയസ്സുള്ളവരെ 14 വർഷം നിന്നെ പോറ്റി വളർത്തി ഈ കാണുന്ന രൂപത്തിലെല്ലാം ആക്കിയെടുക്കുന്നതിൽ റബ്ബിന്റെ തൗഫീഖാണ്, സംശയമില്ല. പക്ഷേ ഉമ്മയുടെ റോളും ഉപ്പയുടെ റോളും നമുക്ക് മാറ്റി നിർത്താനാവില്ല.
ഉമ്മയുടെ റോളും ബാപ്പയുടെ റോളും നമുക്ക് മാറ്റി നിർത്താനാവില്ല. നിനക്ക് വേണ്ടി ഉറക്കമൊടിച്ച ഉമ്മ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ, നിനക്ക് വേണ്ടി എല്ലാ പ്രയാസങ്ങളും സഹിച്ച ഉമ്മ. സുഹൃത്തുക്കളെ, ഒരു വൃദ്ധസദനത്തിലെ കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. വൃദ്ധസദനത്തിൽ, കേരളത്തിൽ ഒരു വൃദ്ധസദനത്തിൽ ഒരു പാവപ്പെട്ട അമ്മയെ കൊണ്ടാക്കി കൊടുക്കുകയാണ്. ആരെന്നറിയോ? വൃദ്ധസദനത്തിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നത് നാട്ടുകാരല്ല, ആരാരും നോക്കാനില്ലാതെ റോഡ് സൈഡിൽ വീണ് കിടക്കുന്ന ഒരു അമ്മയല്ല. നല്ല വീടുള്ള, മണിമാളിക സൗധമുള്ള, നല്ല ജോലിയുള്ള മക്കളുള്ള, 4 ആൺമക്കളുള്ള ഒരു അമ്മയുടെ ചിത്രം കേരളത്തിന്റെ പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ റിപ്പോർട്ട് ചെയ്തപ്പോ തൊണ്ടയിടറിപ്പോകാതെ, കണ്ണുകൾ നനയാതെ, സുഹൃത്തുക്കളെ നെഞ്ചു പിടയ്ക്കാതെ, ഹൃദയം അറിയാതെ കുലിഞ്ഞിപ്പോവാതെ ആ വാർത്തയുടെ വരികളെ കണ്ണുകൾ കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ആ അമ്മയുടെ വേദന, ആ അമ്മയുടെ പ്രയാസം, ആ അമ്മയുടെ അവസാനം മകനോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, അലിവിന്റെ, മോനെ എന്ന് വിളിക്കുന്ന ഇടറിയ ശബ്ദത്തിന്റെ വർത്തമാനത്തെ മാധ്യമങ്ങൾ ചിത്രീകരിച്ചപ്പോ അറിയാതെ ഓരോ മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അറിയാതെ ഒറ്റുവീണു. എന്തായിരുന്നു സംഭവം? വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ്. കൊണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് നല്ല വിലപിടിപ്പുള്ള കാറിൽ. അമ്മയോട് പറഞ്ഞിട്ടില്ല, അമ്മ നിങ്ങളെ ഞാൻ ഒരു വൃദ്ധസദനത്തിന്റെ ഉള്ളറയിൽ കൊണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതാ ആ മനുഷ്യനും ഭാര്യയും കയറി. അമ്മയെ, പ്രയാസം അനുഭവിക്കുന്ന അമ്മയെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടുപോയി കാറിനടുത്ത് നിർത്തി, വീൽ ചെയർ അവിടെ മടക്കി കാറിൽ വെച്ച് അമ്മയെ താങ്ങി സീറ്റിലേക്ക് ഇരുത്തി വൃദ്ധസദനത്തിന്റെ ആ പ്രത്യേകമായ പ്രദേശത്തേക്ക് യാത്ര പോയി. അവിടെ എത്തി അമ്മയെ മരണം വരെ നോക്കുവാൻ അവിടെ ഏറ്റെടുത്തിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വിലപേശി തർക്കം നടത്തി. അവിടെ വെച്ച് എണ്ണിക്കൊടുത്തു. എത്ര പണമാണോ അവർ ആവശ്യപ്പെട്ടത്, പണം എണ്ണിക്കൊടുത്ത് അവിടുത്തെ കരാറുകൾ ഒപ്പിടുമ്പോ വിദ്യാസമ്പന്നയായ അമ്മയ്ക്ക് മനസ്സിലായി, എന്റെ മകനും എന്റെ മരുമകളും എന്റെ മകന്റെ ഭാര്യയും രണ്ടുപേരും ചേർന്ന് ഇനി അവർക്ക് നോക്കാൻ പ്രയാസമായതുകൊണ്ട് ആരാരുമില്ലാത്ത, മക്കളില്ലാത്ത, കൂട്ടുകുടുംബങ്ങളില്ലാത്ത, എവിടെയൊക്കെയോ റോഡ് സൈഡിൽ വീണ് കിടക്കുന്ന, ആരാരും നോക്കാനില്ലാത്ത, അഡ്രസ്സില്ലാത്ത ആളുകളെ താമസിപ്പിക്കുന്ന ഈ ഒരു കേന്ദ്രത്തിൽ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് മനസ്സിലായ അമ്മ ആ മകന്റെ കൈപിടിച്ച് ചോദിച്ചു, മോനെ എന്നെ ഉപേക്ഷിക്കുകയാണ് മോനെ, മോനെ നീ എന്നെ ഉപേക്ഷിക്കുകയാണ് മോനെ, മോനെ നീ എന്നെ മാറ്റി നിർത്തുകയാണ് മോനെ, ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ മകന്റെ ഭാര്യ അവന്റെ മറ്റേ കൈപിടിച്ച് പെട്ടെന്ന് വാ, ഇനി സമയം കളയേണ്ടതില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ധൃതി കാണിക്കുന്ന രംഗമാണ് പത്രം റിപ്പോർട്ട് ചെയ്തത്. ശരി, പണമെണ്ണിക്കൊടുത്തു. വീൽ ചെയറിൽ അമ്മയെ ഇരുത്തി. അമ്മ വിടാത്ത കൈ മകൻ വേദനിപ്പിക്കുന്ന വിധത്തിൽ അമ്മയുടെ കൈ വേർപ്പെടുത്തി ആ മകൻ നടന്നുപോയി. 5-6 സ്റ്റെപ്പ് മുന്നോട്ട് പോയപ്പോ ഒരു കല്ലിൽ തട്ടി ആ മകൻ വീണു. ഒരു കല്ലിൽ തട്ടി ആ മകൻ വീണു. സുഹൃത്തുക്കളെ, ഇനിയുള്ള ചിത്രം നിങ്ങൾക്കറിയുമോ? അമ്മയോട് ഡോക്ടർ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് നടക്കാൻ പാടില്ല അമ്മക്ക്, പെട്ടെന്ന് ജോലി ചെയ്യാൻ പാടില്ല അമ്മക്ക്. വളരെ പ്രയാസമുള്ള ശാരീരികമായ അസ്വസ്ഥത അനുഭവിക്കുന്ന അമ്മയാണ്. വീൽ ചെയറിൽ ഒരാളുടെ സഹായമില്ലാതെ അമ്മക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. പക്ഷേ വൃദ്ധസദനത്തിന്റെ ഇരുട്ടറയിൽ കൊണ്ടാക്കി മരണം വരെ നോക്കാനുള്ള പണവും ഏൽപ്പിച്ച് സമ്പന്നനായ മകനും മകന്റെ ഭാര്യയും ഈ അമ്മയെ വിട്ട് കടന്നു പോകുമ്പോ 1 അടി മുന്നോട്ട് പോയപ്പോ കല്ലിൽ തട്ടി അമ്മ വീണു. കല്ലിൽ തട്ടി മകൻ വീണു. ആ വീഴ്ച കണ്ടിട്ട് അമ്മ വീൽ ചെയറിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റു. എന്നിട്ട് മകൻ വീണ സ്ഥലത്തേക്ക് ഓടി ചെന്നിട്ട് മകന്റെ അടുത്തിരുന്ന്, മോന്റെ തലയെടുത്ത് അമ്മയുടെ മടിയിൽ വെച്ച്, മോനെ വല്ലതും സംഭവിച്ചടാ, വല്ലതും സംഭവിച്ചോ നിനക്ക്, വല്ലതും സംഭവിച്ച മോനെ നിനക്ക് എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ മക്കളോടുള്ള ഇഷ്ടം, ഒരു ഉമ്മയ്ക്ക് മകനോടുള്ള ഇഷ്ടം അറിയുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ കാക്ക കല്യാണം കഴിച്ചവനായിരിക്കാം, നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളുടെ താത്തയെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടാവാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഒരു മോൻ നിങ്ങളുടെ കാക്ക യാത്ര ചെയ്യുമ്പോ 12 മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാക്കയുടെ ഭാര്യ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ എവിടെ എത്തി, എപ്പോ വീട്ടിലെത്തും, അവിടെ എത്തിയിട്ടുള്ളൂ എന്നായിരിക്കും ഭാര്യയ്ക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ നിങ്ങൾ
ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഉമ്മ ചോദിക്കും, മോനെ എവിടെ എത്തിയടാ? ഇന്ന സ്ഥലത്തെത്തി. ഭക്ഷണം വല്ലതും കഴിച്ചിട്ടുണ്ടോ മോനെ? ഭക്ഷണം വല്ലതും കഴിച്ചിട്ടുണ്ടോ മോനെ എന്ന് ചോദിക്കാൻ ലോകത്ത് അല്ലാഹു ബാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ഉമ്മയെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ വീണു, എന്റെ കൈയും കാലുമൊക്കെ ഒടിഞ്ഞു, എന്റെ കൈയും കാലുമൊക്കെ പൊട്ടിപ്പോയി. എങ്കിൽ എന്റെ നഗ്നത പ്രശ്നമാക്കാതെ, എന്റെ ന്യൂനതകൾ പ്രശ്നമാക്കാതെ ഞാൻ ടോയ്ലറ്റിൽ ചെന്നിരിക്കുമ്പോ ഒരു ബക്കറ്റ് വെള്ളവുമായി വന്ന് മോനെ ഞാൻ കഴുകിത്തരടാ എന്ന് പറയാൻ ലോകത്ത് ബാക്കി നിൽക്കുന്നത് എന്റെ ഉമ്മയാണ്. അറിയുമോ സുഹൃത്തുക്കളെ? അറിയുമോ? ആ ഉമ്മയോട് എന്ന വാക്കുപോലും പറയരുത് എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം കേട്ടിട്ടില്ല നമ്മളാരും. എന്ന വാക്ക് ഖുർആൻ പ്രയോഗിച്ച വാക്ക്, അതിലും നിസ്സാരമായ ഒരു വാക്ക് മാതാവിനോടും പിതാവിനോടും പറയാൻ. തലചൊറിഞ്ഞിട്ട് അങ്ങാടിയിലേക്ക് പോവാൻ പറഞ്ഞപ്പോ, മാർക്കറ്റിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഇപ്പോഴാണോ പോവേണ്ടത് എന്ന് നിന്റെ നാവ് ചോദിച്ചു പോയാൽ അത് ഉമ്മയോട് ചെയ്യുന്ന ധിക്കാരമാണെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ആ ഉമ്മക്ക് നമ്മളോട് ഇഷ്ടം. ഉമ്മ നല്ല ഡ്രസ് എടുത്തു, നല്ല തുണിയെടുത്തു, നല്ല വസ്ത്രമണിഞ്ഞു, ഒരു കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുകയാണ്. വീട്ടിലെ കുടുംബത്തിലെ ഒരു പ്രത്യേകമായ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവുകയാണ്. മകനെ തോളിലിട്ടു, മോളെ തോളിലിട്ടു. ശരി, പുതിയ വസ്ത്രത്തിലേക്ക് മോള് മൂത്രമുടിച്ചു. പുതിയ ഡ്രസ്സിൽ മകൻ കാട്ടിച്ചു പോയി. ആ ഉമ്മ ഒരു പ്രാഗലിന്റെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാകുമോ? ഇല്ല. നശിച്ചവനെന്ന് പറഞ്ഞോ? ഇല്ല. വൃത്തികെട്ട വാക്ക് പ്രയോഗിച്ചോ? ഇല്ല. അതെല്ലാം തുടച്ചു വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി ആ മോനെ വീണ്ടും തോളിലിട്ട്, ആ മോളെ വീണ്ടും തോളിലിട്ട് എത്ര കഷ്ടപ്പെട്ടാലും നടന്നു പോവുകയാണ്. വാഹനം കടന്നു ചെല്ലാത്ത സ്ഥലത്തുകൂടി വാപ്പയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്താലും അത് 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉമ്മ തിരിച്ചു വാങ്ങുകയാണ്. ഉപ്പയുടെ അത്ര ആരോഗ്യം ഉമ്മക്കില്ല. പക്ഷേ 1 മണിക്കൂർ നടക്കണമെങ്കിലും ആ മോളെ തോളിലിട്ട്, ആ മോനെ തോളിലിട്ട് ഉപ്പയുടെ അത്ര ആരോഗ്യമില്ലാത്ത ഉമ്മ നടന്നു പോകുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല സുഹൃത്തുക്കളെ. ആ ഉമ്മ അറപ്പില്ലാതെ വെറുപ്പില്ലാതെ നമ്മെ വളർത്തിക്കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ഒന്ന് ചോദിച്ചില്ല, നബിയെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലോകത്ത് അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരോടാണ് നബിയെ ഏറ്റവും വലിയ കടപ്പാട് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി നിങ്ങൾക്കൊക്കെ അറിയാം. ആദ്യത്തെ മറുപടി നിന്റെ ഉമ്മയോട്, രണ്ടാമത്തെ മറുപടി പിന്നെ ആര്, തുമ്മൻ നബിയെ, പിന്നെ ആര്, അല്ലെങ്കിൽ തുമ്മലിമൻ, പിന്നെ ആരോടാണ് എന്ന ചോദ്യത്തിന് മറുപടിയും നിന്റെ ഉമ്മ. പിന്നെ മൂന്നാമത്തെ ചോദ്യവും നിന്റെ ഉമ്മ. നാലാമത് ചോദിക്കുമ്പോൾ പറഞ്ഞു നിന്റെ ഉപ്പ. ഉപ്പക്ക് സ്ഥാനം കുറക്കാനല്ല, ഉപ്പക്ക് സ്ഥാനം കുറക്കാനല്ല. അള്ളാഹു ഈ ഭൂമിയിലേക്ക് സംസാരിക്കുന്ന എന്ന് നിശ്ചയിക്കാൻ ഈ ഹൈടെക് എന്ന് പറയുന്ന പ്രോത്സല പ്രോഗ്രാമിൽ വന്നിരുന്ന് സംസാരത്തെ കേൾക്കുവാൻ ശ്രമിക്കുന്ന എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, അള്ളാഹു ഭൂമിയിലേക്ക് നമ്മെ നിശ്ചയിക്കാൻ അള്ള തെരഞ്ഞെടുത്ത ഗർഭപാത്രത്തിന്റെ ഉടമ നമ്മുടെ ഉമ്മയാണ്. അല്ലേ? ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്ന വിറ്റാമിനുകൾ, ഭക്ഷണങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു രേഖ ഇന്നും നമ്മുടെ വയറ്റത്ത് ബാക്കിയാക്കിയിരിക്കുന്നു. ഇന്നും നമ്മുടെ വയറ്റത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാലും, സിസേറിയൻ ചെയ്ത് കളഞ്ഞാലും ആ വയറ്റത്ത് കിടക്കുന്ന മുദ്ര മുറിച്ചു മാറ്റാൻ, മായ്ച്ചു കളയാൻ സാധ്യമല്ലെന്ന് സയൻസ് ലോകത്തോട് പറയുന്നു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ? ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിറ്റാമിനുകൾ, ഒരു കുഞ്ഞിന് വേണ്ട പോഷകാഹാരങ്ങൾ ഒരു ചെറിയ കുടലിലൂടെ, എന്റെയും നിങ്ങളുടെയും പൊക്കൽ കൊടിയിലൂടെ ഉമ്മയുടെ വയറിൽ നിന്ന് നമുക്ക് നൽകി നമ്മെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്ന ലോകത്തിന്റെ രക്ഷിതാവ് പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തുൽ സുമർ 6-ാമത്തെ വചനമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ, ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ. ഒരു ദിവസം കൊണ്ട് കുഞ്ഞായതല്ല, ഒരു ദിവസം കൊണ്ട് കുട്ടിയുടെ രൂപമായതല്ല. ഉമ്മ ഛർദ്ദിക്കുകയാണ്, ഉമ്മ വേദനിക്കുകയാണ്, തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, മലർന്നു കിടക്കാൻ പറ്റുന്നില്ല, സമയന്ന് കിടക്കാൻ പറ്റുന്നില്ല. തട്ടിപ്പോവരുത്, എവിടെയെങ്കിലും മുട്ടിപ്പോവരുത്. ശരി, ഉമ്മ താലോലിച്ച് വളർത്തുകയാണ്. എങ്ങനെ? ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെച്ചു തന്നെ ശ്രദ്ധാപൂർവ്വം വളർത്തുകയാണ്. ഇന്ന ഭക്ഷണം ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ
കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കുതിച്ച് എല്ലാം മാറ്റിവെച്ച് ഉമ്മ അതേ ഡോക്ടർ നിർദ്ദേശം പാലിക്കുകയാണ്. ഇന്ന മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ പുറതെറ്റാതെ ആ ഗുളികയും മരുന്നും മരിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ 9 മാസവും ഏതാനും ദിവസവും മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടന്ന് വളർച്ചയുടെ പൂർണ്ണഘട്ടമായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. അല്ലേ കൊഴുത്ത ദ്രാവകം ഗർഭപാത്രത്തിനുള്ളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ, +1-ലും +2-ലും പഠിക്കുന്ന കുട്ടികളാ, സയൻസ് പഠിക്കുന്ന മക്കളാണ് നമ്മളൊക്കെ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കൊഴുത്ത ദ്രാവകം നിറച്ച് അത് പുറത്തേക്കൊടുക്കി ഒരു വഴിക്കൽ ഉണ്ടാക്കി കൊടുത്ത് വേദനയ്ക്കുമേൽ വേദന സഹിച്ച ഉമ്മയ്ക്ക് വേദന കുറയാൻ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരാൻ ലോകത്തനുഭവിക്കുന്ന വേദനകളുടെ കൂട്ടത്തിൽ മരണവേദന മാറ്റി നിർത്തിയാൽ ഇന്ന് ഏറ്റവും വലിയ വേദന പ്രിയപ്പെട്ടവരെ പ്രസവ വേദനയാണ്. ഈ ഇരിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന എന്റെ അനുജന്മാരെ, +1-ലും +2-ലും പഠിക്കുന്ന മക്കളെ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം തേടിക്കൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ഉമ്മ സഹിച്ച വേദന, നിങ്ങളുടെ ഉമ്മ അനുഭവിച്ച വേദന? ആ വേദന ഖുർആൻ പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ, എങ്ങനെ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് ആലോചിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നു, എന്നിട്ടോ 2 വർഷം മുലപ്പാൽ നൽകി മെലിഞ്ഞ ഉമ്മ ശരീരത്തിൽ ആ കുഞ്ഞിന് നൽകേണ്ട മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള പോഷകാഹാരങ്ങളില്ല, ഹോർമോണുകളില്ല, ആവശ്യമായ ഘടകങ്ങളില്ല. ഡോക്ടറെ സമീപിച്ച് മെഡിസിൻ എഴുതി വാങ്ങി ആ പ്രിസ്ക്രിപ്ഷനുമായി മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മരുന്ന് വാങ്ങി കുടിച്ച് നിന്റെ ചുണ്ട് എന്റെ ചുണ്ട് ഉമ്മയുടെ നെഞ്ചിടത്തിലേക്ക് ചേർത്ത് വെച്ച് ഉമ്മയുടെ നെഞ്ചിടത്തിലെ നീര് വലിച്ചു കുടിച്ച് ആ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിച്ചും കളിച്ചും വലുതായവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇന്ന് ഞാൻ എന്റെ കാലിൽ നിൽക്കാനായപ്പോ, എനിക്ക് എന്റേതായ മസിൽ പവർ കിട്ടിയപ്പോ, എനിക്ക് എന്റേതായ ഒരു നിലപാടുകൾ വന്നപ്പോ ഉമ്മയോട് തള്ളേ എന്ന് വിളിച്ചു പറയുന്നവർ, സ്വന്തം ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കുന്നതിന് പകരം തള്ളേ എന്ന് അഭിസംബോധന ചെയ്യുന്നവർ, കൂട്ടുകാരന്മാർക്ക് മുന്നിൽ മെലിഞ്ഞൊട്ടിയ ഉമ്മയെ കൊണ്ടുവന്ന് നിർത്താൻ നിനക്ക് മടിയുണ്ടോ? കൂട്ടുകാരന്മാർക്ക് മുമ്പിൽ മെലിഞ്ഞൊട്ടിയ പിതാവിനെ കൊണ്ടുവന്ന് നിർത്താൻ നിനക്ക് മടിയുണ്ടോ? ഉണ്ടോ? ചിന്തിക്കൂ സുഹൃത്തെ, ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് നീ വന്നത്. ഉണ്ട്, ഞാൻ വെറുതെ പറയില്ല. ഞെലിഞ്ഞൊട്ടിയ കറുത്തിരുണ്ട പല്ലുപോയ കാണാൻ കിളവിയായ പ്രിയപ്പെട്ടവരെ, ഉമ്മാനെ ഉമ്മയാണെന്ന് പരിചയപ്പെടുത്താൻ മനസ്സുകൊണ്ട് സാധ്യമല്ലാത്ത പുതിയ തലമുറ വാപ്പയാണ് വരുന്നത് എന്ന് പറയാൻ മടികൊണ്ട്, വാപ്പയുടെ വേഷവും രൂപവും കോലവും കണ്ടിട്ട് വാപ്പയാണെന്ന് പറയാൻ മടിച്ചിട്ട് കൂട്ടുകാരന്മാരോട് പല നമ്പറും പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നവർ. കോഴിക്കോടിലെ കോളേജിൽ കൂലിപ്പണിയെടുത്ത് മകളെ ഏറ്റവും നല്ല ഡ്രസ് വാങ്ങി ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു വാപ്പ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ വാപ്പയുടെ മനസ്സിലൊരു തോന്നൽ എന്താണെന്നറിയോ? എന്റെ മോക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്റെ മോക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു തോന്നൽ മാത്രമാണ്. പാടത്ത് പണിയെടുക്കുന്ന കർഷകനായ ആ വാപ്പയുണ്ടല്ലോ, പണി നിർത്തി അവിടുത്തെ ആയുധങ്ങൾ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് കോളേജിന്റെ ക്യാമ്പസിലേക്ക് നടന്നു. പാടത്തേക്ക് പോയ ഉപ്പയാണ്, ഇത്രയിട്ട ഷർട്ടില്ല. പാടത്തേക്ക് പണിയെടുക്കാൻ പോയ ഉപ്പയാണ്, വെള്ളമുണ്ടെടുത്തിട്ടല്ല പോയത്, ഒരു ലുങ്കിയെടുത്ത് പ്രിയപ്പെട്ട ഒരു ടീഷർട്ട് അണിഞ്ഞ് ശരീരത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ ചേറും ചെളിയുമായി വാപ്പയുടെ മനസ്സിൽ എന്റെ പൊന്നാര മകൾക്കെന്തോ സംഭവിച്ചു എന്ന തോന്നലുണ്ടായിട്ട് ക്യാമ്പസിലേക്ക് ഓടി വരികയാണ്. ക്യാമ്പസിലേക്ക് വരുമ്പോ ദൂരെ നിന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി എന്റെ വാപ്പയതാ വരുന്നു എന്ന്. പെട്ടെന്ന് കൂട്ടുകാരികളോട് പറഞ്ഞു, ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് ഗേറ്റിന്റെ അടുത്തേക്ക് ഓടി. ഗേറ്റിനടുത്ത് വെച്ച് വാപ്പാനോട് ചോദിച്ചു, വാപ്പാ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത്? എന്തിനാ അങ്ങോട്ട് വന്നത്? നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഉപ്പാനെ തിരിച്ചയച്ചു. തിരിച്ചു കൂട്ടുകാരികളുടെ മുന്നിലേക്ക് ഈ പെൺകുട്ടി തിരിച്ചു ചെല്ലുമ്പോ കൂട്ടുകാരികൾ ചോദിച്ചു, അത്രേ ഇതൊരു അത്ഭുത വാർത്തയായി. ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരി പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയും അന്നിന്റെ സമയത്ത് അത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തു വരികയും കൗതുക വാർത്തയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ പെൺകുട്ടി കൂട്ടുകാരികൾ ചോദിച്ചു, ഏതാണ് കാക്ക, ഏതാണ് കാക്ക എന്ന് ഗേറ്റ് വരെ വന്ന് നിന്നെ കണ്ട് സംസാരിച്ച് തിരിച്ചുപോയ ആ മനുഷ്യനാരാ
എന്ന് ചോദിച്ചപ്പോ കഷ്ടപ്പെട്ട് കൂലിപ്പണിയാണെന്ന് അറിയിക്കാതെ, എനിക്ക് പാടത്ത് വെയിൽ കൊണ്ട് പണിയെടുക്കലാണ് എന്നറിയിക്കാതെ ആ മകൾ ചോദിക്കുന്ന ഡ്രസ് വാങ്ങിക്കൊടുത്ത്, ആ മകൾ ഇഷ്ടപ്പെടുന്ന ബാഗ് വാങ്ങിക്കൊടുത്ത്, പഠിക്കുവാനുള്ള മെറ്റീരിയൽസുകൾ വാങ്ങിക്കൊടുത്ത്, ഉന്നത നിലവാരം പുലർത്തുന്ന സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ പോലെ ഒരു പ്രയാസവും ആരെയും അറിയിക്കാതെ അഭിമാനം കാത്തു സൂക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന വാപ്പയെക്കുറിച്ച് ആ മകള് കൂട്ടുകാരികളോട് പറഞ്ഞു, അതെന്റെ വേലക്കാരനാണ്, അതെന്റെ വീട്ടിലെ വേലക്കാരനാണ് എന്ന് പറയാൻ ഒരു പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, എന്റെ അനുജന്മാരെ, എന്റെ അനുജത്തിമാരെ ഹൃദയം തട്ടിക്കൊണ്ട് നമ്മൾ ഓർക്കണം, ആരാണ് നമ്മുടെ ഉമ്മ, ആരാണ് നമ്മുടെ ഉപ്പ. ആര് പരിഹസിച്ചാലും എന്റെ ഉമ്മയല്ലാതെയാവുകയില്ല, ആര് വാക്ക് പറഞ്ഞാലും എന്റെ വാപ്പയല്ലാതെയാവുകയില്ല. വാപ്പയുടെ ചെറുക്കോ, വാപ്പയുടെ ഭംഗിയോ, വാപ്പയുടെ ശാരീരികമായ ഘടനാഭംഗിയോ ഒന്ന് നോക്കിക്കൊണ്ടല്ല എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും ഞാൻ വിലയിരുത്തുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്. ഈ അറിവ് സുഹൃത്തുക്കളെ സുദീർഘമായി സംസാരിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ആരാണ് നമ്മുടെ വാപ്പ, ആരാണ് നമ്മുടെ ഉമ്മ. അവർ പ്രായാധിക്യത്താൽ നിൽക്കുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സെങ്കിലും, സുദീർഘമായി സംസാരിക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സെങ്കിലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. കുട്ടിത്തത്തിലേക്ക് മടങ്ങുന്ന ഉമ്മ, കുട്ടിത്തത്തിലേക്ക് മടങ്ങുന്ന വാപ്പ. ചിന്തിക്കുന്നുണ്ടോ കുട്ടി എങ്ങനെയായിരുന്നു? ഉമ്മ അതെന്താ, അത് ലൈറ്റാണ്, ഇതെന്താ, ഇത് ഫാനാണ്, ഇതെന്താ എന്ന് ചോദിച്ച 3 വയസ്സുള്ള കുട്ടി ചോദിച്ചതുപോലെ, അതെന്താ, അത് പക്ഷിയാണ്, ഇത് വേറൊരു പക്ഷിയാണ്. പേര് പറഞ്ഞു കൊടുത്ത് നിന്നെയും എന്നെയും ഒക്കെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മയും വാപ്പയും കട്ടിലിൽ കിടന്ന് എഴുന്നേൽക്കാനാവാതെ ഒരുപക്ഷെ കിടന്ന കിടപ്പറയിൽ തന്നെ മൂത്രമടിച്ച് കിടന്ന കിടപ്പറയിൽ തന്നെ കാട്ടിച്ചു പോകുമ്പോ അറപ്പില്ലാതെ മൂക്ക് പൊട്ടിപ്പിടിക്കാതെ ആ ഉമ്മയുടെ മൂത്രവും കാട്ടവും എന്റെ കൈ കൊണ്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈമാനിന്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഐസൈന്റെ പ്രോഗ്രാമുകൾ കിട്ടണമെങ്കിൽ അതാണ് MSMന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഏറ്റവും വലിയ സമ്മാനം അതാണ് എന്ന് വിശ്വസിക്കുന്നു. അറിയോ നിങ്ങൾക്ക്? കാരണം ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ ഒരു മൂലക്കിരുത്താൻ ശ്രമിക്കുന്നവരാണ്. എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും സുഖകരമായി ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലോകത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊക്കിക്കുറച്ച് വടികുത്തിപ്പിടിച്ച് സിറ്റ് ഔട്ടിലിരിക്കുന്ന വാപ്പയും വല്ലിപ്പയും എനിക്കൊരു പുതിയ ലോകത്തിന്റെ മുന്നിൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് വിചാരിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ സമയം തീരുന്നതിന് മുമ്പ് ഞാൻ വാക്ക് പറയാം. ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സ് പരിശുദ്ധ ഖുർആനിലെ ഈ വചനാമൃതങ്ങളെല്ലാം വിശദീകരിക്കുവാനുള്ള സമയമില്ല. അല്ലാഹുവേ, ഞങ്ങളെ ചെറുപ്പത്തിൽ എത്ര കണ്ട് ഇഷ്ടത്തോടും കാരുണ്യത്തോടും കൂടിയാണ് ഈ മാതാപിതാക്കൾ നോക്കിയത്. ഞങ്ങളുടെ കാലം അവർക്കൊരു പ്രശ്നമായിരുന്നില്ല, ഞങ്ങളുടെ കരത്തിൽ അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. കാലിലൊരു മുള്ളു തറച്ച് പ്രിയപ്പെട്ട എന്റെ അനുജന്മാരെ, കാലിലൊരു മുള്ളു തറച്ച് കാലൽപ്പം ഒന്ന് വീങ്ങിപ്പോയപ്പോ നേരം പുലരുന്നത് വരെ നീ വാവിട്ട് കരഞ്ഞപ്പോ നിന്റെ ഉമ്മ അപ്പുറത്ത് കുറുക്കം വലിച്ചുറങ്ങുകയല്ല, നിന്നെ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടക്കിടക്ക് നിന്നെ മടിയിലേക്ക് ഇരുത്തുന്നു, ഇടക്ക് ബെഡിലേക്ക് കടത്തുന്നു, തൊട്ടിൽ താഴ്ത്തുന്നു. പോരാ, നിനക്ക് വേണ്ട പാല് നൽകുന്നു, നിനക്ക് വേണ്ട ഭക്ഷണം നൽകുന്നു. ഉമ്മയുടെ ഉറക്കം പ്രശ്നമാക്കുന്നില്ല. വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത ഉപ്പ തളർന്നുറങ്ങിയിട്ടും 12 മണിക്ക് എഴുന്നേറ്റ് നീ കിടക്കുന്ന ഭാഗത്തേക്ക് വന്ന് മോനെ മോളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന വിധത്തിൽ ആ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നു. കൂലിപ്പണിയും ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് നേരം വൈകിയെത്തിയ ഉപ്പ ഈ ഇരിക്കുന്ന ഓരോ അനുജന്മാരും ഓർക്കണം, നിങ്ങൾ ഉറങ്ങുന്ന തൊട്ടിലിനടുത്ത് വന്ന് ഇതാ നിങ്ങളെ ഉണർത്താൻ മടിച്ചിട്ട് ആ കയറ് നിങ്ങളറിയാതെ ആ തൊട്ടി തുണിയുണ്ടല്ലോ അത് പതുക്കെ പൊക്കിപ്പിടിച്ച് നിങ്ങളുടെ വയറ്റത്തും നിങ്ങളുടെ നെഞ്ചിലും നിങ്ങളുടെ ചുണ്ടിലും നിങ്ങളുടെ നെറ്റിയിലും ഉമ്മ വെച്ച് പതുക്കെ ആ തൊട്ടി നിലത്തോട്ട് തന്നെ താഴ്ത്തി
താഴ്ത്തി നിങ്ങളറിയാതെ ഉമ്മ വെച്ചിട്ട് കണ്ണീരോടുകൂടി മകനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളുടെ കണ്ണീരൊലിപ്പിച്ച് ബെഡ്റൂമിൽ പോയി ഉറങ്ങിയ ഉപ്പയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലാഹുവേ, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ കാരുണ്യത്തിന്റെ വില ഒരിക്കലും നിർവചിക്കാനാവാത്തതാണ്. അതുപോലെ അവർക്ക് നീ കരുണ കൊടുക്കണേ, റഹ്മത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ സുഹൃത്തുക്കളെ, ഈ ഇവിടെ ഇരിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ വ്യത്യസ്തമായ ഭാഗത്തിൽ നിന്ന് വന്ന് വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ, ഇവിടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജുകളുണ്ട്, അതുപോലെ പ്രൈവറ്റ് കോളേജുകളുണ്ട്, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, പ്ലസ് ടു തലത്തിൽ വ്യത്യസ്തമായ സ്ഥാപനത്തിൽ പോയി പഠനം നടത്തുന്നവരുണ്ട്. ശരി, നിങ്ങൾ ചിന്തിക്കണം, ഇന്നലെ നിങ്ങളെ കണ്ട് പരിചയപ്പെട്ട നിങ്ങളെ ക്യാമ്പസിലെ ഒരു ഡിഗ്രി വിദ്യാർത്ഥി നിങ്ങളുടെ മുന്നിലേക്ക് സ്നേഹത്തിന്റെ വർത്തമാനവുമായി കടന്നു വരുമ്പോ, ഇഷ്ടത്തിന്റെ വർത്തമാനവുമായി കടന്നു വരുമ്പോ, അസറില്ലാത്ത സംശയം ചോദിക്കാൻ അവസരം ഇവിടെ ചോദിക്കുമ്പോ പലരും ചോദിക്കുകയാണ്, വലിയ ഇഷ്ടമാണ്, ഞാൻ വേറെ ഹൈസക്കിൽ പങ്കെടുത്ത ചോദ്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? എനിക്ക് ഒരിക്കലും അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, എന്റെ ഉമ്മക്ക് ഇഷ്ടമില്ല, എന്റെ വാപ്പക്ക് ഇഷ്ടമില്ല, ഞാൻ പരിചയപ്പെട്ടിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ, വേർപിരിയാനാവാത്ത സ്നേഹമാണ് എനിക്കവനോട്, വേർപിരിയാനാവാത്ത ഇഷ്ടമാണ് എനിക്കവളോട്. എന്റെ ഉമ്മക്ക് ഇഷ്ടമില്ല, എന്റെ വാപ്പക്ക് ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല, എന്നിട്ടും എനിക്ക് വേർപിരിയാൻ കഴിയുന്നില്ല. കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ച് 3 മാസത്തിൽ ഏതൊക്കെയോ സെക്കൻഡുകളും മിനിറ്റുകളും മാത്രം പരിചയപ്പെട്ട ഏതോ ഒരു ചെറുക്കിന് വേണ്ടി, ഏതോ ഒരു ചെറുപ്പക്കാരന് വേണ്ടി എന്റെ ഉമ്മയെയും എന്റെ വാപ്പയെയും എന്റെ പ്രദേശിനെയും എന്റെ സഹോദരങ്ങളെയും എന്റെ സഹോദരിമാരെയും പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി ഇന്നലെ പരിചയപ്പെട്ടവരുടെ ഇക്കലി വർത്തമാനത്തിൽ പിന്നിൽ ഞാൻ നടന്നു പോകാൻ തീരുമാനിക്കുകയാണ്. ഞാൻ പലതവണ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്റെ വാപ്പയും ഉമ്മയും ഇത് സമ്മതിക്കില്ലെന്നോർത്ത് പിന്നെയും ഞാൻ ജീവിക്കണമല്ലോ എന്നാഗ്രഹിച്ച് വഴിമാറി വീണ്ടും സഞ്ചരിച്ചതാണ് എന്ന് പറയാൻ മാത്രം കടുത്ത ഹൃദയത്തിന്റെ ഉടമകളായി ഈ മാതാവിനെയും പിതാവിനെയും ബന്ധുമിത്രാദികളെയും കുടുംബങ്ങളെയും സർവരെയും മാറ്റി നിർത്തി ഇന്നലെ കല ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും വർത്തമാനത്തിന്റെ മായാലോകത്ത് വീണുപോകുന്ന ഒരു പുതിയ തലമുറയെ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. ഞങ്ങളുടെ അനുജന്മാരെയും അനുജത്തിമാരെയും മക്കളെയും നീ നേരായ പാതയിൽ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം. വരും ഇൻഷാ അല്ലാഹ് ചർച്ചാ വിഷയങ്ങൾ കടന്നു വരും. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം, പരലോകത്തെ കുറിച്ച് പഠിക്കണം. ഈ നൈമിഷിക നശ്വരമായ തുച്ഛമായ ലോകത്തിന് മുന്നിൽ സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഇവിടെ വെച്ച് തന്നെ ശിക്ഷ തരാൻ സാധ്യത എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ശിക്ഷ തരുന്ന ഒരു വിഷയമാണ് മാതാപിതാക്കളുടെ ധിക്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ വർത്തമാനം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ. പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, കുല്ലു ദുനൂബ്, എല്ലാ പാപങ്ങളും യുഅഖിറുല്ലാഹ്, അല്ലാഹു നീട്ടിവെക്കും, മാ ശാഅ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു തആല ഏതൊക്കെ പാപങ്ങളുണ്ടോ ആ പാപങ്ങളൊക്കെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നീട്ടിവെക്കും. ഇവിടെ ശിക്ഷ തരാതെ പല പാപങ്ങളും അല്ലാഹു നീട്ടിവെക്കും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 2 പാപങ്ങൾ അല്ലാഹു നീട്ടിവെക്കുകയില്ല. എന്റെ അനുജന്മാരെ, പാറയിൽ കൊത്തിയിട്ട വാക്ക് പോലെ ഈ സംസാരത്തിൽ എന്റെ സംസാരത്തിൽ ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കണം. 2 കാര്യങ്ങൾ അല്ലാഹു പരലോകത്തിലേക്ക് നീട്ടുകയില്ല. ബാക്കി 7 പാപങ്ങളും അല്ലാഹു അവസരം കൊടുക്കും, പരലോകത്തേക്ക് നീട്ടിവെക്കും. ഒന്ന് അൽ-ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹു ശിർക്ക് വെച്ചത് ഒരിക്കലും അല്ലാഹു പരലോകത്തിലേക്ക് നീട്ടിവെക്കുകയില്ല. പ്രത്യേകം തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ച് ഈ ഭൂമിയിൽ വെച്ച് രക്ഷപ്പെട്ടാലല്ലാതെ പരലോകത്ത് പിന്നെ അതിന്റെ പേരിൽ മറ്റൊരു രക്ഷയില്ല. ശ്രദ്ധിച്ചോ, രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ധിക്കാരമാണ്. അത് അല്ലാഹു പരലോകത്തിലേക്ക് നീട്ടിവെക്കുകയില്ല, ഇവിടെ വെച്ച് തന്നെ ശിക്ഷ അനുഭവിപ്പിക്കും.
അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു അതിന്റെ ശിക്ഷ ഏതെങ്കിലും അർത്ഥത്തിൽ നൽകും. ഇന്ന് എന്റെ മോനെന്നെ നോക്കുന്നില്ല എന്ന് വാവിട്ട് പറയുന്ന ഉമ്മ, എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പ്രയാസപ്പെട്ട് പറയുന്ന വാപ്പ തിരിച്ചു ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ എന്റെ ഉമ്മയോടും വാപ്പയോടും എങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നത് രക്ഷിതാക്കൾക്ക് നൽകുന്ന ഉപദേശത്തിൽ നമ്മൾ പറയേണ്ട വാക്കാണ്. ശരി, എന്റെ അനുജന്മാരെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അത് റിളൽ വാലിദൈൻ, അത് മാതാപിതാക്കളുടെ തൃപ്തിയിൽ നിന്നാണ്. അള്ളാഹുവിന്റെ തൃപ്തി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ കോപം അത് മാതാപിതാക്കളുടെ കോപത്തിലൂടെയാണ്. രണ്ട് കാര്യം ഓർക്കണം. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെയാണ്. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലൂടെയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മ എന്നോട് കോപിക്കരുത്, എന്റെ ഉമ്മ എന്നെ ശപിച്ച് പ്രാർത്ഥിക്കരുത്, എന്റെ വാപ്പ എന്നെ കുറിച്ച് ശാപവർത്തമാനം പറയരുത്. എന്റെ ഉമ്മയുടെ ഇഷ്ടപ്പെട്ട മകനായി, ഇഷ്ടപ്പെട്ട മകളായി ആ ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ചരിത്രം ഈ ഉമ്മത്തിൽ നിന്ന് കേൾക്കാൻ പാടില്ല. കോടതിയിൽ ഉമ്മ കാത്തിരിക്കുകയാണ്, എന്റെ മകൾ ഇവിടെ വെച്ചെങ്കിലും അവസാനമായിട്ടെങ്കിലും ഈ കോടതി ചോദിക്കുമ്പോഴെങ്കിലും എന്റെ കൂടെ തിരിച്ചു വരുമെന്ന് കോടതി ചോദിച്ചില്ലേ? എറണാകുളത്ത് വെച്ച് 2 മാസം മുമ്പ് ചോദിച്ചില്ലേ സുഹൃത്തുക്കളെ? മോളെ, എന്റെ ഉമ്മയും ബാപ്പയും ബന്ധുക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്നലെ പരിചയപ്പെട്ട കാമുകനും എത്തിയിട്ടുണ്ട്, അവന്റെ ആളുകളും വന്നിട്ടുണ്ട്. മോനെ, കഷ്ടപ്പെട്ട് വളർത്തി മോളെ, കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയും ബാപ്പയും കോടതിയോട് ആവശ്യപ്പെടുന്നത് വെറും ഒരു 15 ദിവസം നീ ഒരിക്കൽ കൂടി മാതാപിതാക്കളുടെ കൂടെ വന്നാൽ നിന്റെ മനസ്സ് പറഞ്ഞു ബോധ്യപ്പെടുത്തി മാറ്റാൻ ഈ ഉമ്മയും ബാപ്പയും തയ്യാറാണ് എന്ന് മോളെ കോടതിയോട് നിന്റെ ഉമ്മയും ബാപ്പയും പറയുന്നു. മോളെ, നീ അനുസരിക്കാൻ തയ്യാറുണ്ടോ? നീ അനുസരിക്കാൻ തയ്യാറുണ്ടോ? അല്ല, പ്രായപൂർത്തിയെത്തിയ നിനക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ കോടതിക്ക് അത് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് മോളെ, ആലോചിച്ച് മറുപടി പറയൂ എന്ന് പറയുമ്പോ കണ്ണീര് പോലും പൊടിക്കാതെ ആ മാതാവും പിതാവും ഇങ്ങനെ താടിക്ക് കൈകൊടുത്ത് ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി. ആ വാപ്പ പറയണ്, ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്തു വരുമ്പോ എന്റെ മോക്ക് റോഡ് സൈഡിൽ ഒരു സാധനം കണ്ടാൽ പ്രായം 16 എന്ന് വിചാരിക്കാതെ ഒരു കളിക്കുട്ടിക്ക് കൊടുക്കുന്നത് പോലെ കളിക്കോപ്പുകൾ വാങ്ങി കൊണ്ടുവന്ന് എന്റെ മോളെ നെറ്റിയിൽ ഉമ്മ വെച്ച് സ്നേഹിക്കുന്ന, കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആ മോള് ഈ വാക്കിനെങ്കിലും മറുപടി പറയുമെന്ന് ഞാൻ വിചാരിച്ചു. മോള് പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ കാമുകന്റെ കൂടെ പോകണമെന്ന്. അള്ളാഹുവിന്റെ ശാപം സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ശാപം സുഹൃത്തുക്കളെ ആ പെൺകുട്ടിയുടെ മേലെ ഇറങ്ങാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനുഭവിച്ച് പലരും അനുഭവിച്ചത് നമ്മൾ കാണുന്നു. ആരാണ് മാതാവ്, ആരാണ് പിതാവ്, അവർക്കുള്ള സ്ഥാനം എന്താണ്? അവരുടെ കാലിന് ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ അത്രത്തോളം താവണമെന്നാണ്. ഉമ്മയുടെ കാലെടുത്ത് പൊക്കി നോക്കിയാൽ സ്വർഗം കാണുമെന്നല്ല, ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉമ്മയുടെ മുന്നിൽ താവണം. ഉമ്മയോട് തിരിച്ച് നിങ്ങൾ ധിക്കാരത്തിന്റെ വർത്തമാനം പറയാൻ പോവേണ്ടതില്ല, ഉമ്മയുടെ മുന്നിൽ അരിശയോട് കൂടിയിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലാഹു തആല മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംഘാടകർ സുഹൃത്തുക്കളെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 1-2 വാക്കുകൾ കൂടി ഞാൻ പറയട്ടെ. പ്രേമം, ലഹരി, അതുപോലെ മ്യൂസിക്, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരു ഇളങ്കാറ്റാണെന്ന് നാം വിചാരിക്കുന്നു, തലോടലുകളാണെന്ന് നാം വിചാരിക്കുന്നു. പക്ഷേ കറുത്ത കൈകളായി, നീരാളി കൈകളായി എന്നെയും നിങ്ങളെയും നശിപ്പിക്കുവാനുള്ള ഒരു സംഭവമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെ നിന്ന് ഹൈസ്കൂളിന് തിരിച്ചു പോകുമ്പോ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ തീരുമാനമെടുക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ടതേ ഞാൻ ചെയ്യൂ. മ്യൂസിക് നമുക്ക് പാടില്ലാത്തതാണ്. നമ്മുടെ മൊബൈലിൽ റിംഗ് ടോണുകളായി മ്യൂസിക്കുകൾ നമുക്ക് വെക്കാൻ പാടില്ല. മ്യൂസിക് അത് പിശാചിൽ നിന്നുള്ളതാണ്, അത് പിശാചിന്റെ പ്രേരണയിൽ നിന്ന് വരുന്നതാണ്. റസൂൽ
കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ജനവിഭാഗങ്ങൾ ഉണ്ടായിത്തീരും. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാം, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ജനവിഭാഗങ്ങൾ ഉണ്ടായിത്തീരും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഖംറ വൽ ഹരീറ വൽ മആസിഫ. 4 കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്ത് സാരമില്ല, അനുവദനീയമാണ്, അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല. 4 കാര്യമല്ലേ. 1 വ്യഭിചാരമാണ്. വ്യഭിചാരം ഒരു പ്രശ്നമല്ല. ആരാ വ്യഭിചരിക്കാത്തത്? ആരാ ആരിനോട് സംസാരിക്കാത്തത്? ആരാ പെണ്ണിനോട് സംസാരിക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല. മദ്യം, കള്ളു കുടിക്കുന്നവരായി ഈ ലോകം മാറും. ആരാ കുടിക്കാത്തത്? ഉപ്പാ, നിങ്ങളെ മോനെ കള്ള് ഷാപ്പിന്റെ മുന്നിൽ കണ്ടുവെന്ന് ഞാൻ ഉപ്പയോട് പരാതി പറഞ്ഞാൽ ഉപ്പയുടെ തിരിച്ചുള്ള ചോദ്യം, കണ്ടോ, ഞാൻ പോയി നോക്കട്ടെ എന്നല്ല, ആരാ ഈ നാട്ടിൽ കുടിക്കാത്തത് എന്നായിരിക്കും ആ പിതാവിന്റെ മറുപടി. ഇങ്ങനൊരു കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല. പിന്നെ പറഞ്ഞു, പുരുഷന്മാർ സിൽക്ക് വസ്ത്രങ്ങൾ അണിയുന്ന കാലം വരും. പുരുഷന്മാർ 10 വസ്ത്രം അണിയുന്ന കാലം വരും. 4ാമത് പറഞ്ഞു, വൽ മആസിഫ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, വാദ്യോപകരണങ്ങൾ. നമുക്കത് പാടില്ലാത്തതാണ്. നമുക്കത് റിംഗ്ടോണാക്കാൻ പാടില്ല. നമുക്ക് പാട്ട് പാടാം, നമുക്ക് സംഗീതം അനുവദിച്ചതാണ്. പക്ഷേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ അത് മനുഷ്യനെ താളം തെറ്റിക്കുന്നതാണ്, പൈശാചിക ലോകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അറിയാതെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകും, അറിയാതെ തുള്ളിച്ചാടാൻ പ്രേരിപ്പിക്കും, അറിയാതെ കൂക്കി വിളിക്കും. അത് പിശാചിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് പാടില്ല. ലഹരി, കുല്ലു മുസ്ലിമിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് എന്തും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കുല്ലു ശറാബിൻ അസ്കറ ഫഹുവ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന ഏത് പാനീയവും നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങൾക്ക് പാടില്ല. അതിന്റെ അളവ് കുറച്ചാവാം, അതിന്റെ അളവ് കൂടുതലാവാം. ഒരു പാൻപരാഗല്ലേ, ഒരു ഹാൻസല്ലേ, ഒരു കുടുക്കയല്ലേ, ഒരു അംസല്ലേ, ഒരു 100 മില്ലിയല്ലേ എന്നതൊന്നും ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. ലഹരിയോട് അടുത്തു പോകാൻ പാടില്ല. ലഹരിയുടെ ചെറിയ അംശവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. സൂക്ഷിക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. മ്യൂസിക്കും ലഹരിയും വന്നാൽ നിങ്ങളുടെ പ്രേമവും സ്നേഹവും ഒക്കെ അതിർവിട്ടതായി കടന്നു പോകും. ഉറപ്പാണ്. എവിടെയൊക്കെ ലഹരിയുണ്ടോ അവിടെയൊക്കെ വ്യഭിചാരത്തിന്റെ ലോകമുണ്ടാകും. എവിടെയൊക്കെ കല്ലുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിന്റെ പരിധികൾ ലംഘിച്ച് നടന്നുപോയതിന്റെ ചരിത്രങ്ങൾ പറയാനുണ്ടാകും. ജാഹിലിയ സമൂഹത്തിന്റെ ആ ചരിത്രഭാരങ്ങൾ പഠിപ്പിക്കുന്നത് കല്ല് പെണ്ണ് യുദ്ധമെന്നായിരുന്നു. അതുകൊണ്ട് ചിന്തിക്കുക, ഇതൊക്കെ ഈ പ്രായത്തിന്റെ ചാബല്യത്തിൽ ഇതൊക്കെ നന്മയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒരു കാര്യം സുഹൃത്തുക്കളെ നന്മയാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമുക്കറിയാത്ത നിന്നെ +1 കാരി +2 കാരി എന്റെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അനുജത്തി നിന്നെ ഒരു ചെറുപ്പക്കാരൻ മാടി വിളിക്കുമ്പോ ഒരു പേപ്പർ നിന്റെ കയ്യിലേക്ക് സ്നേഹത്തിന്റെ ആർദ്രതയുടെ വർത്തമാനം എഴുതി ചേർത്ത തൂലിക ജലിപ്പിച്ച ഒരു പേപ്പർ സാഹിത്യത്തിന്റെ നിറക്കൂട്ടുകൾ ഇട്ടുകൊണ്ട് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോ നീ വിചാരിച്ചു പോകരുത് ഇത് യാഥാർത്ഥ്യമായ സ്നേഹത്തിന്റെ വർത്തമാനമാണ് എന്ന്. കാപട്യത്തിന്റെയും ഇരുട്ടിന്റെയും പ്രിയപ്പെട്ടവരെ നിഷ്ഠൂരമായ കരങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയാൽ നഷ്ടത്തിന്റെ അഗാധഗർത്തത്തിലേക്കാണ് നിന്റെ നടത്തമെന്ന് വരും ഫ്യൂച്ചറിൽ അനുഭവം കൊണ്ട് പഠിക്കും. ശരി, അതുകൊണ്ട് തിരിച്ചറിയാനുള്ള ബോധമുണ്ടാകണം. ഇസ്ലാം അതൊന്നും അനുവദിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ ആ പെൺകുട്ടിയുടെ പിതാവുമായി സംസാരിക്കുകയും അവളെ കാണണമെങ്കിൽ കാണുകയും സംസാരിക്കണമെങ്കിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുതാര്യമായ സുവ്യക്തമായ രീതിശാസ്ത്രമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കുറുക്കു വഴികളിൽ, കാപ്പട്യത്തിന്റെ വഴികളിൽ ഇസ്ലാം ഒരിക്കലും നമ്മോട് മുന്നോട്ട് നീങ്ങാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. വിഷയത്തിന്റെ കോർവകൾ നഷ്ടപ്പെട്ട് ചിലത് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. മാതാപിതാക്കളെ സ്വർഗം കിട്ടാനുള്ള ഒരു വഴിയായി നിങ്ങൾ കാണുക. നിന്റെ സ്വർഗം നിന്റെ മാതാപിതാക്കളിലൂടെയാണ്, നിന്റെ നരകവും നിന്റെ മാതാപിതാക്കളിലൂടെയാണ്. മിമ്പറിലേക്ക് കാലുവെക്കുമ്പോ 3 വട്ടം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ഒരു വിഷയം പ്രായമുള്ള മാതാവിനെയും പിതാവിനെയും കിട്ടിയിട്ട് അവരെ നോക്കി അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് എത്താൻ ഇവന് സാധിക്കുന്നില്ലെങ്കിൽ അവന് ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ പ്രാർത്ഥിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം
വസ്സലാം ആമീൻ പറഞ്ഞത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ ഉമ്മ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ്, എന്റെ ഉപ്പ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ്. എന്റെ ഉമ്മ സ്വർഗ്ഗത്തിനും കാരണമാകാം, നരകത്തിനും കാരണമാകാം. ആ ഉമ്മയെ വെറുപ്പിക്കരുത്, ആ ഉമ്മയെ അനിഷ്ടത്തിലാക്കി കളയരുത്, ആ വാപ്പയെ നിങ്ങൾ വെറുപ്പിച്ച് കളയരുത്. നിങ്ങൾക്ക് ഇന്ന് പ്രായത്തിന്റെ ചാബല്യത്തിൽ നിങ്ങളുടെ കൂട്ടുകാരന്മാർ വാപ്പയേക്കാൾ വലുതായി തോന്നാം, ഉമ്മയേക്കാൾ വലുതായി തോന്നാം. പെൺകുട്ടികളുടെ ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ക്യാമ്പസിൽ നിന്നുണ്ടോ, കോളേജിൽ നിന്നുണ്ടോ, സ്കൂളിൽ നിന്നുണ്ടോ, നിങ്ങളോട് പാടില്ലാത്ത വർത്തമാനങ്ങൾ ആരെങ്കിലും പറഞ്ഞോ, ഉടനെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരിയോടല്ല, നിങ്ങളത് പങ്കുവെക്കേണ്ടത് ക്ലാസ്സിൽ ഏതെങ്കിലും പുരുഷ ലോകത്തോടല്ല, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോടല്ല, പങ്കുവെക്കേണ്ടത് നിങ്ങളുടെ ഉമ്മയോടാണ്. തിരുത്തിത്തരാൻ കെൽപ്പുള്ള, നിന്നെ സ്നേഹിക്കുന്ന, നീ ഒരിക്കലും ചതിയിൽ ചെന്ന് വീടരുത് എന്ന് വിചാരിക്കുന്ന, നിന്റെ മേലിൽ എന്നും ശാന്തിയും ഇഷ്ടവും സ്നേഹവും മാത്രം നിലനിൽക്കണമെന്ന് വിചാരിക്കുന്ന നിന്റെ ഉമ്മയോടും വാപ്പയോടും നിനക്ക് തുറന്നു പറയാം, ഇന്ന പ്രശ്നമുണ്ട് എന്റെ സ്കൂളിൽ, ഇന്ന പ്രശ്നമുണ്ട് എന്റെ ക്യാമ്പസിൽ, ഇന്ന പോലെ സംസാരിക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ, ഇന്നതുപോലെ സംസാരിക്കുന്നുണ്ട് ഒരാൾ എന്ന് നിനക്ക് തുറന്നു പറയാൻ പറ്റിയ ആദ്യത്തെ കേന്ദ്രം നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ്. ഒരിക്കലും നിന്റെ ഉപ്പ നിന്നെ ചതിക്കില്ല, ഒരിക്കലും നിന്റെ ഉമ്മ നിന്നെ ചതിക്കില്ല. അത് വേണ്ട മോളെ എന്ന് ഉമ്മ പറഞ്ഞാൽ ഉമ്മക്കെന്നോട് വെറുപ്പാന്ന് വിചാരിക്കണ്ട, ലോകത്തോരുമ്മയും എന്റെ മകൾ നഷ്ടത്തിലാവട്ടെ എന്ന് വിചാരിക്കില്ല. ദുഷ്ടയായ ഏതെങ്കിലും അപൂർവമായ ഒരു സംഭവം ലോകത്ത് നിന്ന് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഏതായാലും ഇല്ല, സംഭവിക്കാൻ സാധ്യതയില്ല. ഒരു ഉമ്മയും ഞാൻ നഷ്ടത്തിലാവട്ടെ, ഞാൻ വൃത്തികെട്ടവളായി പോകട്ടെ, ഞാൻ മോശപ്പെട്ടവളായി പോകട്ടെ, എന്റെ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒരിക്കലും തീരുമാനിക്കില്ല. തുറന്നു പറയൂ ഉമ്മയോടും ബാപ്പയോടും. ആ ഉമ്മയും ഉപ്പയും നിനക്ക് വഴികാട്ടിയായി നിലനിൽക്കും. നിന്റെ ഈ ലോകത്തെ നല്ല ജീവിതത്തിനും പാരത്രിക ലോകത്തിലെ വിജയത്തിനും വേണ്ടി ആ മാതാവും പിതാവും നിനക്ക് തുണയായി, ഒരു തണലായി, ഒരു താങ്ങായി നിന്റെ കൂടെ നിൽക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബുൽ ആലമീനായ രക്ഷിതാവിന്റെ ദൃഷ്ടി എന്റെ മേലെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സ്കൂളിന്റെ പിറകിലും സ്കൂളിന്റെ സൈഡിലും മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഏത് ഇന്റർനെറ്റ് കഫയിലാണെങ്കിലും സുഹൃത്തുക്കളെ വാതിലടച്ച് ജനലടച്ച് കുത്തിയിട്ടിരിക്കുന്ന റൂമിന്റെ അകത്തളത്തിലാണെങ്കിലും എന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും പിടിപ്പും അറിയുന്ന ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ മുന്നിൽ എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല, എനിക്കൊന്നും മൂടി വെക്കാൻ കഴിയില്ല. ഒരു വലിയ സ്ക്രീനിലിട്ട് എന്റെ എല്ലാ പരസ്യങ്ങളും തെളിയിച്ച് കാണിച്ചു തരുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ റബ്ബെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അവിടെയാണ് വിജയത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ആരംഭം കുറിക്കുന്നത് എന്ന് ചിന്തിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് വീട്ടിൽ ചെന്ന് ഉമ്മാനോടും ബാപ്പാനോടും പറയാ, ഞങ്ങൾ ഹൈസ്കൂളിൽ പോയിരുന്നു, ഉമ്മാ നിങ്ങൾ പറഞ്ഞപ്പോ പലതും ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളോട് ധിക്കാരത്ത് സംസാരിച്ചിട്ടുണ്ട്, ഉമ്മാൻ അടിക്കാൻ കൈയോങ്ങിയവരുണ്ട്, ഉമ്മാനെ ചവിട്ടാൻ കാലോങ്ങിയവരുണ്ട്, ഉമ്മാനോട് കയറ്റ് സംസാരിച്ചവരുണ്ട്, ഒരു ഉമ്മാനോട് ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്ക് പറഞ്ഞവരുണ്ട്. ഇന്ന് ചെന്നിട്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചു നിങ്ങൾ നൊന്ത പ്രസവിച്ച ഉമ്മ, ഉമ്മയേക്കാൾ ഹൈറ്റ് ഉണ്ടെങ്കിലും ഉമ്മയേക്കാൾ വെയിറ്റ് ഉണ്ടെങ്കിലും നിന്റെ ഉമ്മയാണ്. ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച് പറയൂ ഉമ്മാനോട്, മാപ്പ് കൊണ്ടമ്മ, മാപ്പ് കൊണ്ടമ്മ, എനിക്ക് അബദ്ധം പറ്റിയതാണ്, അറിയില്ലായിരുന്നു. MSM സംഘടിപ്പിച്ച ഐസക്കിന്റെ സദസ്സിൽ ചെന്നിരുന്നപ്പോ ഉമ്മാന്റെ വില ഞങ്ങൾക്ക് മനസ്സിലായി, ഉപ്പാന്റെ വില ഞങ്ങൾക്ക് മനസ്സിലായി. ഇതാ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നതിൽ നിന്ന് ദാഷ്ട്യം കാണിക്കുന്നവരായി, മാപ്പ് ചോദിക്കുന്നതിൽ നിന്ന് പിന്മാറി അഹങ്കാരത്തിന്റെയും ഹുങ്കിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഗർവിന്റെയും ഒരു ചെറുപ്പക്കാരനായി, ഒരു ചെറുപ്പക്കാരിയായി മാറാനാണ് തീരുമാനമെങ്കിൽ ആകാശത്തിന്റെ മേലാത്തിലിരിക്കുന്നവൻ എനിക്കും നിങ്ങൾക്കും പുറത്തു തരില്ല, എനിക്കും നിങ്ങൾക്കും മാപ്പ് തരില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.